ഈസ്റ്റർ ആയിട്ട് എന്തൊക്കെ കഴിച്ചു എന്നായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈസ്റ്റർ വന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ട് ഇന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഫുഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതേ ചേട്ടൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണെന്ന് നോക്കുക. അതേ കവർ വന്നിട്ടുണ്ട്. എന്താ അതൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ അതേ മസാല ദോശയും അതുപോലെ മൈസൂർ ബണ്ണൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും മസാല ദോശ ആ ഒരു കടയിൽ കഴിക്കണ ടേസ്റ്റ് ഒന്നും കിട്ടില്ല എന്നറിയാമല്ലോ. പിന്നെ അതെ ഇതിങ്ങനെ ഫുള്ള് സെറ്റായിട്ട് അവതയിൽ വടയുണ്ട്, അതുപോലെ മിനി ഇഡ്ഡലി വരുന്നുണ്ട്, ഉപ്പുമാവുണ്ട്. അപ്പോൾ അതിന് തന്നെ മിനി ഇഡ്ഡലി കഴിച്ചു നോക്കിയിട്ടോ. അപ്പോൾ കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ്. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ മിനി ഇഡ്ഡലി കഴിക്കുന്നത്. പിന്നെ കൂടെ അതേ ഫിൽറ്റർ കോഫി ഉണ്ട്. ഇതാണെങ്കിൽ അതേ ഫിൽറ്റർ കോഫിയാണ് കേട്ടോ. അപ്പോൾ അതേ കൂടെ ഒരു ഗ്ലാസ്സും ഒക്കെയാണ് കോഫിയൊക്കെ ഇങ്ങനെ വരുന്നത് ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. പിന്നെ അതേ മസാല ദോശ വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. കൂടെ നല്ലൊരു മരുന്ന് ചെറിയൊരു എഴുതോടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോഫിയൊക്കെ ഇതുപോലെ കിട്ടുന്നപ്പോൾ ആദ്യമായിട്ട് കാണുന്നത്. ഇതൊക്കെ കോഫി ആദ്യമായിട്ടോ ഇങ്ങനെ വാങ്ങിക്കുന്നത്. കടയിൽ പോയി കുടിക്കുന്നല്ലാണ്ട് ഇതുപോലെ കറക്റ്റ് ഒരു ഗ്ലാസ്സിലേക്കുള്ളതായിട്ട് അവരിങ്ങനെ അയച്ചേക്കാണ്. അങ്ങനെ ഇവിടെ ഇരുന്ന് എങ്ങനെയൊക്കെയോ കഴിച്ച് തീർക്കാണ്ട് എൻ്റെ കഴിച്ചിട്ട് തീരണമില്ല. അപ്പോൾ അത് ഇവിടെ ചട്നിയും ചമ്മന്തിയും ഒക്കെ ഉണ്ട്. അത് ഉപ്പുമാവ് ഉണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഉപ്പുമാവൊക്കെ പണ്ടേ ഇഷ്ടമാണ് കേട്ടോ കഴിക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കുമ്പോഴാട്ടോ വിചാരിച്ചു ഈസ്റ്റർ ആയിട്ട് പിന്നെ ഒരു നോൺ വെജ് സദ്യ വാങ്ങിച്ചാലോ. അങ്ങനെ നോക്കിയപ്പോൾ എല്ലാ സദ്യകളും കഴിഞ്ഞു തുടങ്ങി കേട്ടോ. അങ്ങനെ തപ്പി പിടിച്ചിട്ട് ഒരു സദ്യ കിട്ടി. അതാണെങ്കിൽ അതേ പുറത്ത് വന്നിട്ടുണ്ട്. ഒരു സദ്യ ആട്ടോ വാങ്ങിച്ചിട്ടുള്ളൂ. അതാണെങ്കിൽ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ല കേട്ടോ. വെറുതെ എല്ലാം കൂടി ഒരു കവറിൽ അങ്ങോട്ട് പെട്ടിയാലൊന്നുമില്ല, എല്ലാം കൂടി ഒരു കവറിലൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ വന്നത് ഇലയൊക്കെ ഇട്ട് ഇലയൊക്കെ തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ ഇതിൽ വന്നേക്കുന്നത് പാവയ്ക്ക് ഉപ്പേരി ഉണ്ട്, അതുപോലെ തന്നെ അവിയൽ കറി ഉണ്ട്, പിന്നെ കപ്പയുണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്, പിന്നെ ചെമ്മീനുണ്ട്, മോരുകറി ഉണ്ട്, പിന്നെ എന്തേ പായസം ഉണ്ട്, ഇതേ കക്ക റോസ്റ്റ് ഉണ്ട്, ബീഫും ചെമ്മീനും ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നിനൊരു ജീവനില്ലാത്ത കറികൾ കേട്ടോ. സാമ്പാറൊക്കെ കണ്ടില്ലേ, അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു ഭയങ്കര ഒരു അടിപൊളി സംഭവം ഒന്നായിട്ട് തോന്നിയില്ല. അങ്ങനെ പിന്നെ എല്ലാം കൂടിയിട്ട് ഞാനും കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ചു. അങ്ങനെ പിന്നെ സദ്യയൊക്കെ വേഗം കഴിച്ചു. സദ്യ അങ്ങോട്ട് കഴിച്ച് അവസാനിപ്പിച്ചു എന്ന് പറയാം. ഇവിടെ കുറച്ചൊക്കെ ബാക്കി വന്നിട്ടുണ്ടോ. പിന്നെ ചിക്കനും ചെമ്മീനും അതൊന്നും ബാക്കി വന്നില്ല. വൈകിട്ട് ടൈമിലൊക്കെ ചായ കുടിക്കണ സമയം. അപ്പോൾ ഇന്നലെ വാങ്ങിച്ചതാണ് സോൾട്ടഡ് പീനട്ട്, പിന്നെ കുറച്ച് പ്രിങ്കിൾസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയറി മിൽക്ക് കണ്ടപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതിൽ നിന്ന് പറഞ്ഞിടത്തൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ പ്രിങ്കിൾസ് ഒക്കെ കഴിച്ചിരുന്നു. രാത്രി പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ നെയ്ച്ചോറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയ്ച്ചോറ്, മട്ടൻ കറി, ഇതേപോലെ അച്ചാറ്, പപ്പടമൊക്കെ കൂട്ടിയിട്ട് ചേട്ടൻ കഴിക്കുന്നത്. എനിക്കാണെങ്കിൽ മട്ടൻ കഴിക്കില്ല കേട്ടോ. കൂടെ കുടിക്കാനായിട്ട് നന്നായി സർവത്ത് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് സോഡയൊക്കെ മിക്സ് ചെയ്തിട്ട് പിന്നെ അത് കുടിച്ചതാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ റൈസ് ഞാൻ കഴിക്കേണ്ടതൊന്നും ഇരിക്കില്ല കേട്ടോ. മട്ട ഇഷ്ടമില്ലെങ്കിലും പിന്നെ നെയ്ച്ചോറ് കൂട്ടിയിട്ട് കുറച്ച് ഇങ്ങനെ സാലഡൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഈസ്റ്റർ ആയിട്ടുള്ള വിശേഷങ്ങൾ. ഇന്നത്തെ ഫുഡ് ഇതൊക്കെയായിരുന്നു. ബൈ ഡിയേഴ്സ്.